പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരാൾ കരയുന്നത് അങ്ങനെ കരയുന്നത് പറ്റുമോ? അങ്ങനെ എളുപ്പത്തിൽ ഇപ്പൊ എനിക്ക് നിങ്ങൾ എന്നോട് പറയാം, അച്ഛൻ ഒന്ന് കരഞ്ഞ് അങ്ങനെ സ്വിച്ചിട്ട് പോലൊക്കെ കരയാൻ പറ്റുമോ? പറ്റില്ല. എനിക്കൊരു സുഹൃത്തുണ്ട്, ആ ആള് ദേവാലയത്തിൽ കയറി പരിശോധനയുടെ മുമ്പിലിരുന്നാൽ അന്നേരം മുതൽ ഇങ്ങനെ കണ്ണുനീരിങ്ങനെ കൂടാ ഒഴുകാൻ തുടങ്ങും. കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ആത്മാവിലും സത്യത്തിലും എന്ന് പറഞ്ഞാൽ ആരാധന വരുന്നത് അകത്തു നിന്നാണ്, പുറത്തു നിന്നല്ല. ആരാധന വരുന്നത് വായിൽ നിന്നല്ല, ചങ്കിൽ നിന്നാണ്. അതാണ് ആത്മാവിലും സത്യത്തിലുമുള്ള ആരാധന. അതാ ഞാൻ പറഞ്ഞ കരച്ചിലൊക്കെ വരുന്നത് ആർട്ടിഫിഷ്യൽ അല്ല, മറിച്ച് ഇത് അകത്തു നിന്ന് വരികയാണ്. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ ഒരാളുടെ കണ്ണ് നിറയുകയാണ്, യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഒരാൾ കരഞ്ഞു പോവാണ്, കർത്താവേ എന്ന് വിളിച്ച് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാളുടെ ഉള്ളൊരുക്കുകയാണ്. അത് വരുന്നത് ഈ അകത്ത് നടക്കുന്ന ആത്മാവിലും സത്യത്തിലും നടക്കുന്ന ആരാധനയിൽ നിന്നാണ് അത്തരം ചില ഭാവങ്ങൾ പുറത്തു വരുന്നത്. അപ്പൊ ഈശോ പറയുകയാണ്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്. എന്നിട്ട് ഈശോ പറഞ്ഞ വാചകമാണ്, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു. അറിയാത്തതിനെ ആരാധിക്കരുത്, അറിയാതെ ആരാധിക്കരുത്.